കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഏത് തരത്തിലും പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ശശിധരൻ കർത്തയെ സംബന്ധിച്ച് ഇനി ചെയ്യാനുള്ളത്. കാരണം SFIO അന്വേഷണത്തെ എങ്ങനെയും പ്രതിരോധിക്കാമെന്ന ചിന്തയിൽ ഇരുന്നിടത്ത് നിന്ന് സകലതും ഒരു നിമിഷാർത്ഥം കൊണ്ട് മാറി മറിഞ്ഞ അവസ്ഥയാണിപ്പോൾ. ED കേസ് ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും എത്ര വേഗത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. വളരെ പെട്ടെന്നാണ് ED അന്വേഷണ പുരോഗതി ഉണ്ടാക്കിയത്. കേസിൽ നിന്ന് പുറത്തു ചാടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലായതോടെ ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്ത രണ്ട് അന്വേഷണ ഏജൻസികൾക്കും എതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. മാസപ്പടി കേസിൽ CMRL കമ്പനിക്കെതിരായ SFIO ED അന്വേഷണം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മാസപ്പടി ഇടപാട് ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും ED അന്വേഷണവും റദ്ദാക്കി കോടതി ഉത്തരവിടണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും CMRL ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കളങ്കിതവും നിയമവിരുദ്ധവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാസപ്പടി കേസിലെ ED SFIO അന്വേഷണമെന്ന് CMRL ആരോപിച്ചു. AT സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പൊതുരേഖയല്ല. IT ആക്ടിന്റെ 245G വകുപ്പ് പ്രകാരം ഈ രേഖകൾ ആരെങ്കിലും പരിശോധിക്കണമെങ്കിൽ IT സെറ്റിൽമെന്റ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ ചട്ടവിരുദ്ധമായി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഷോൺ ജോർജിന് ലഭിച്ചു. ഇത് IT ആക്ടിന്റെ ലംഘനമാണെന്ന് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാസപ്പടി ഇടപാട് ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണത്തിന് കമ്പനി കാര്യ മന്ത്രാലയം ഉത്തരവിട്ടത്. എന്നാൽ ചട്ടവിരുദ്ധമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ SFIOയോ മറ്റേതെങ്കിലും ഏജൻസികളോ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തരുതെന്നാണ് CMRLന്റെ ആവശ്യം. ED സംഘം CMRL കമ്പനി മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ED ഇന്നലെ ഉച്ചയ്ക്ക് 1:15 വീട്ടിലെത്തിയത്. EDയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി 1.72 കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തയ്ക്ക് സമൻസ് അയച്ചത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം 8 മാസത്തെ സമയപരിധി നിശ്ചയിച്ചാണ്. CMRL, KSIDC, എക്സാലോജിക് എന്നിവർക്കും ഇവരുമായി ഇടപാടുള്ള കമ്പനികൾക്കും നോട്ടീസ് നൽകിയുള്ള ചട്ടപ്പടി അന്വേഷണമാണ് അവരുടേത്. ഒരിക്കൽ KSIDCയിൽ എത്തി ചില രേഖകൾ ശേഖരിച്ചു പോയതല്ലാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല. കേരളത്തിലെയും ബംഗളൂരുവിലെയും കോടതികളിൽ KSIDCയും എക്സാലോജിക്കും നൽകിയ കേസുകളും അന്വേഷണ നടപടികൾ നീളാൻ കാരണമായി.